പശ്ചിമേഷ്യയിൽ ഇറാനുമായി നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ മേഖലയിലെ വലിയൊരു പോരായ്മയാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയുടെ ആയുധപ്പുരകൾ അതിവേഗം ശൂന്യമായി കൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് പെന്റഗൺ ഇപ്പോൾ തിരിച്ചറിയുന്നത്. മാസങ്ങളായി തുടരുന്ന അതിശക്തമായ സൈനിക നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളും അമേരിക്കൻ യുദ്ധബാഹ്യ സന്നാഹങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ തങ്ങളുടെ ആയുധ സംഭരണ ശേഷി അടിയന്തരമായി വർദ്ധിപ്പിക്കുന്നതിനായി അഭൂതപൂർവമായ ഒരു മിസൈൽ നിർമ്മാണ പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുകയാണ് US പ്രതിരോധ മന്ത്രാലയം. ഇറാനുമായുള്ള ഉയർന്ന തീവ്രതയിലുള്ള യുദ്ധമുഖത്ത് അമേരിക്കയ്ക്ക് തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങൾ വലിയ തോതിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ഡ്രോണുകളും ഹ്രസ്വദൂര മിസൈലുകളും പ്രതിരോധിക്കാൻ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അത്യാധുനിക മിസൈലുകളാണ് അമേരിക്ക വിക്ഷേപിച്ചത്. എന്നാൽ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായ ആക്രമണങ്ങളെ ചെറുക്കാൻ ഈ പരമ്പരാഗത തന്ത്രം മാത്രം പോരാ എന്ന പാഠമാണ് ഈ സംഘർഷം അമേരിക്കയെ പഠിപ്പിച്ചത്. അമേരിക്കൻ ആയുധപ്പുരകളിലെ മിസൈലുകളുടെ എണ്ണം വിചാരിച്ചതിലും വേഗത്തിൽ കുറഞ്ഞത് പെന്റഗണിലെ ഉയർന്ന ഉദ്യോഗസ്ഥരെ കടുത്ത ആശങ്കയിലാഴ്ത്തി. ഈ ഗുരുതരമായ പ്രതിസന്ധി മറികടക്കാൻ 10,000-ത്തിലധികം കുറഞ്ഞ ചിലവിലുള്ള ക്രൂയിസ് മിസൈലുകൾ അതിവേഗം നിർമ്മിക്കാനാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം തന്നെ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ നിരകളെ നിമിഷനേരം കൊണ്ട് തകർക്കാൻ ശേഷിയുള്ള 12,000-ത്തോളം ഹൈപ്പർസോണിക് ആയുധങ്ങളും അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമാക്കും. ഇത്രയും വലിയ തോതിലുള്ള ഒരു ആയുധ നിർമ്മാണ പദ്ധതി സമീപകാല ചരിത്രങ്ങളിലൊന്നും അമേരിക്ക വിഭാവനം ചെയ്തിട്ടില്ലാത്ത ഒന്നാണ്. സൈനിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഈ ദ്രുതഗതിയിലുള്ള നീക്കം അനിവാര്യമാണെന്ന് വൈറ്റ് ഹൗസ് വിലയിരുത്തുന്നു. ഈ പുതിയ നീക്കത്തിലൂടെ അമേരിക്ക തങ്ങളുടെ പരമ്പരാഗത പ്രതിരോധ നയങ്ങളിൽ വിപ്ലവകരമായ മാറ്റമാണ് വരുത്തുന്നത്. ഇതുവരെ വൻകിട പ്രതിരോധ നിർമ്മാണ കമ്പനികളെ മാത്രമായിരുന്നു ആയുധങ്ങൾക്കായി പെന്റഗൺ ആശ്രയിച്ചിരുന്നത്. ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് തുടങ്ങിയ കോർപ്പറേറ്റ് ഭീമന്മാർ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ഭീമമായ തുകയും നീണ്ട നിർമ്മാണ സമയവും ആവശ്യമായിരുന്നു. എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യം നേരിടാൻ ഈ പരമ്പരാഗത രീതികൾക്ക് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വളർന്നു വരുന്ന പുതിയ മിലിറ്ററി ടെക്നോളജി കമ്പനികളിലേക്ക് അമേരിക്ക ശ്രദ്ധ തിരിക്കുകയാണ്. പുതുതലമുറ സാങ്കേതിക കമ്പനികളെ പങ്കാളികളാക്കുന്നതിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ വേഗതയേറിയതും എളുപ്പത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിയുന്നതുമായ ആയുധങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനാണ് പെന്റഗൺ പദ്ധതിയിടുന്നത്. യുദ്ധഭൂമിയിൽ നഷ്ടപ്പെട്ടാലും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാത്ത തരത്തിലുള്ള ആയുധങ്ങൾക്കാണ് ഇനി പ്രാധാന്യം നൽകുക. സിലിക്കൺ വാലിയിലെയും മറ്റും നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മിസൈലുകളുടെ നിർമ്മാണ ചെലവ് പരമാവധി കുറയ്ക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇത് അമേരിക്കൻ പ്രതിരോധ വ്യവസായത്തിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കും. ഇറാൻ യുദ്ധമുഖത്ത് നിന്ന് പഠിച്ച കഠിനമായ പാഠങ്ങളാണ് ഈ പുതിയ നയരൂപീകരണത്തിന് പിന്നിലെന്ന് US പ്രതിരോധ ഉദ്യോഗസ്ഥർ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഇറാന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും പക്കലുള്ള വില കുറഞ്ഞ ഡ്രോണുകളെയും മിസൈലുകളെയും തകർക്കാൻ അമേരിക്കയ്ക്ക് ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന പേട്രിയറ്റ് പോലുള്ള മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വന്നു. സാമ്പത്തികമായും തന്ത്രപരമായും ഇത് വലിയ നഷ്ടമാണ് വരുത്തിവെച്ചത്. ശത്രുക്കളുടെ വില കുറഞ്ഞ ആയുധങ്ങളെ നേരിടാൻ അതേ നാണയത്തിൽ വില കുറഞ്ഞതും എന്നാൽ മാരകവുമായ മിസൈലുകൾ വേണമെന്ന തിരിച്ചറിവാണ് ഇപ്പോൾ പുതിയ പദ്ധതിക്ക് കാരണമായിരിക്കുന്നത്. ഈ വൻ വ്യാപ്തിയുള്ള മിസൈൽ പദ്ധതിയുടെ ഭാഗമായി പെന്റഗൺ അവതരിപ്പിക്കുന്ന ഏറ്റവും വിനാശകരമായ ആശയമാണ് ലോ കോസ്റ്റ് കണ്ടെയ്നറൈസ്ഡ് മിസൈലുകൾ പ്രോഗ്രാം. സാധാരണയായി ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന കപ്പൽ കണ്ടെയ്നറുകൾക്കുള്ളിൽ മിസൈൽ വിക്ഷേപണ സംവിധാനങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന രീതിയാണിത്. കാഴ്ചയിൽ സാധാരണ ചരക്ക് പെട്ടികളായി തോന്നിക്കുന്ന ഇവയ്ക്കുള്ളിൽ അത്യാധുനിക മിസൈലുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും. ഇത് ആധുനിക യുദ്ധമുറകളുടെ സ്വഭാവത്തെ തന്നെ പൂർണ്ണമായും മാറ്റിയെഴുതാൻ പോകുന്നൊരു തന്ത്രമാണ്. ഇത്തരത്തിൽ കണ്ടെയ്നറുകളിൽ ഒളിപ്പിക്കുന്ന മിസൈലുകൾ ലോകത്തിന്റെ ഏത് കോണിലേക്കും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എത്തിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും. സാധാരണ ചരക്ക് കപ്പലുകളിലോ ട്രക്കുകളിലോ ട്രെയിനുകളിലോ ഇവ വിന്യസിക്കാനാകും. ശത്രു രാജ്യങ്ങളുടെ നിരീക്ഷണ സാറ്റലൈറ്റുകൾക്കോ റഡാറുകൾക്കോ ഇവ സാധാരണ ചരക്കുകളിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. ഇത് അമേരിക്കൻ സൈന്യത്തിന് അതീവ രഹസ്യമായി ശത്രുക്കളുടെ തൊട്ടടുത്ത് വരെ ആയുധങ്ങൾ എത്തിക്കാനുള്ള വലിയ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നുണ്ട്.
ഏറ്റവും ഭീതിജനകമായ കാര്യം ഈ കണ്ടെയ്നർ മിസൈലുകൾ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ എവിടെ നിന്ന് വേണമെങ്കിലും വിക്ഷേപിക്കാൻ സാധിക്കുമെന്നതാണ്. ഒരു സാധാരണ തുറമുഖത്തോ ഹൈവേയിലോ കിടക്കുന്ന കണ്ടെയ്നർ പെട്ടെന്ന് തുറക്കപ്പെടുകയും അതിൽ നിന്ന് മിസൈലുകൾ ശത്രു ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കുകയും ചെയ്യാം. പ്രതിരോധിക്കാൻ ശത്രുക്കൾക്ക് ഒട്ടും സമയം നൽകാത്ത തരത്തിലുള്ള സർപ്രൈസ് ആക്രമണങ്ങൾ സാധ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാൻ പ്രതിസന്ധി അമേരിക്കൻ സൈനിക മേധാവിത്വത്തിന് മേൽ ഏൽപ്പിച്ച ആഘാതം എത്രത്തോളം വലുതാണെന്ന് ഈ തന്ത്രപരമായ മാറ്റം വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ ആധിപത്യം തകരുന്ന അവസ്ഥയിലാണ് മിസൈൽ നിർമ്മാണം ഇത്രയധികം വേഗത്തിലാക്കാൻ അമേരിക്ക നിർബന്ധിതരായത്. ഇറാന്റെ മിസൈൽ ശേഷിയും അത്യാധുനിക ഒളിപ്പോര് തന്ത്രങ്ങളും നേരിടാൻ തങ്ങളുടെ പക്കലുള്ള ആയുധങ്ങൾക്ക് തികയില്ലെന്ന യാഥാർത്ഥ്യം പെന്റഗൺ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അതിനാൽ വരും വർഷങ്ങളിൽ തങ്ങളുടെ നഷ്ടപ്പെട്ട മേധാവിത്വം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് വാഷിംഗ്ടൺ. ഹൈപ്പർസോണിക് ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ ചൈനയും റഷ്യയും കൈവരിച്ച നേട്ടങ്ങളും അമേരിക്കയെ ഈ വേഗത്തിലുള്ള തീരുമാനത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ നിലവിലെ ഒരു റഡാർ സംവിധാനത്തിനും തടുക്കാൻ കഴിയില്ല. ഇറാനുമായുള്ള സംഘർഷത്തിനിടയിലും ഇത്തരം അത്യാധുനിക ആയുധങ്ങളുടെ കുറവ് അമേരിക്ക അനുഭവിച്ചിരുന്നു. 12,000-ഓളം ഹൈപ്പർസോണിക് ആയുധങ്ങൾ സ്വന്തമാക്കുന്നതിലൂടെ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇറാന്റെ സഖ്യങ്ങൾക്കും ഒരേ സമയം ശക്തമായ മറുപടി നൽകാനാണ് അമേരിക്ക താൽപ്പര്യപ്പെടുന്നത്. പുതിയ മിലിറ്ററി ടെക് കമ്പനികളുടെ വരവോടെ അമേരിക്കയിൽ യുദ്ധോപകരണങ്ങളുടെ ഉൽപ്പാദനം യുദ്ധകാലാടിസ്ഥാനത്തിൽ വർദ്ധിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനും ഉപയോഗിച്ച മിസൈലുകളുടെ നിർമ്മാണ സമയം പകുതിയായി കുറയ്ക്കാനാണ് ഈ കമ്പനികൾ ശ്രമിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ 10,000-കണക്കിന് മിസൈലുകൾ നിർമ്മിച്ച് ആയുധപ്പുരകൾ നിറയ്ക്കുക എന്ന പെന്റഗണിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ അമേരിക്കയുടെ ഈ വൻതോതിലുള്ള ആയുധ ശേഖരണം ലോകമെമ്പാടും പുതിയൊരു ആയുധ പന്തയത്തിന് കാരണമാകുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. അമേരിക്ക മിസൈലുകൾ കൂട്ടത്തോടെ നിർമ്മിക്കാൻ തുടങ്ങുമ്പോൾ ഇറാനും ചൈനയും റഷ്യയും തങ്ങളുടെ പ്രതിരോധ നീക്കങ്ങൾ കൂടുതൽ ശക്തമാക്കും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ അസ്ഥിരതയിലേക്കും സമാധാനക്കേടിലേക്കുമായിരിക്കും വഴി തുറക്കുക. കണ്ടെയ്നറുകളിൽ മിസൈലുകൾ ഒളിപ്പിക്കുന്ന തന്ത്രം മറ്റു രാജ്യങ്ങളും പകർത്തിയാൽ അത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകും. ഇറാന്റെ സൈനിക പ്രതിരോധം അമേരിക്കയെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തന്ത്രപരമായ മാറ്റത്തിനാണ് നിർബന്ധിതമാക്കിയിരിക്കുന്നത്. വൻകിട ആയുധ കമ്പനികളുടെ കുത്തക അവസാനിപ്പിച്ച് കുറഞ്ഞ ചിലവിലുള്ള മിസൈലുകളിലേക്ക് പെന്റഗൺ മാറുന്നത് ആധുനിക യുദ്ധങ്ങളുടെ സ്വഭാവം തന്നെ മാറ്റും. വരാനിരിക്കുന്ന കാലത്തെ വലിയ യുദ്ധങ്ങൾക്ക് മുന്നോടിയായി തങ്ങളുടെ ആയുധപ്പുരകൾ അതിവേഗം സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ ബൃഹത് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത്.